വജ്ജഹത്ത് മുഴുവൻ ചൊല്ലാൻ സൗകര്യപ്പെട്ടില്ലെങ്കിലോ? ആ വജ്ജഹത്തു മുഴുവൻ ചൊല്ലാൻ സൗകര്യപ്പെട്ടില്ലെങ്കിൽ, വജ്ജഹത്തു നമ്മൾ 5 ഷർത്ത് ഒത്താൽ അതിനാ സൗകര്യപ്പെടുക എന്ന് പറയാം. ആ ഷർത്ത് ഒത്താൽ വജ്ജഹത്തു ഫുള്ള് ഓതുകയാണ് വേണ്ടിയത്. പക്ഷേ ആ ഷർത്ത് ഒത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഷർത്ത് പെട്ട ചിലതൊക്കെ, ഇപ്പം നിസ്കാരത്തിൻ്റെ സമയം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ കിട്ടുമെന്നുള്ള പേടി, കുറച്ച് എന്തായാലും വജ്ജഹത്തു കുറച്ച് ഓതിയാൽ സമയം നഷ്ടപ്പെടാതെ നിസ്കരിക്കാൻ കഴിയും. അല്ലെങ്കിൽ പിന്നെ വജ്ജഹത്തു നിന്ന് അല്പം ചൊല്ലിയാൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ കിട്ടും. ഉദാഹരണമായിട്ട് വജ്ജഹത്തു വജിഹിയ ലില്ലദി ഫത്തറ സമാവാത്തി വൽ അർദ്, അത് മാത്രം ചൊല്ലി എന്നിട്ട് പിന്നെ ഫാത്തിഹ പ്രവേശിച്ചാൽ ഫാത്തിഹയും കിട്ടും, ഇമാമിൻ്റെ കൂടെ റുക്കൂലെത്താൻ കഴിയും. വജ്ജഹത്ത് ഫുള്ളി ഓതിയാൽ കഴിയൂല. ഇങ്ങനത്തെ സാഹചര്യം വന്നാൽ ഫുള്ള് ഓതാൻ കഴിയൂല, കുറച്ച് ഓതാനേ കഴിയുള്ളൂ. ഇങ്ങനത്തെ സാഹചര്യം വന്നാൽ അത് അജിസിൻ്റെ സന്ദർഭമാണ്, തമക്കുനില്ലാത്ത സന്ദർഭമാണ്. അങ്ങനത്തെ സാഹചര്യം വരുന്നിടത്ത് അല്പവും ഓതൽ സുന്നത്താണ്. കാരണം അൽ മൈസൂർ ലാ യസ്കുതു ബിൽ മഅസൂർ എന്ന്, ഒരു സംഗതി പ്രയാസമായതുകൊണ്ട് പ്രയാസമില്ലാത്തതും വേണ്ടാന്ന് വരൂല. നിഹായത്തുൽ മുഹിത്താജിൽ ഈ മസല പറഞ്ഞിട്ടുണ്ട്, ഷറഹ് മോദ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഉബാബിൽ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. നിഹാൻ്റെ ഇബാറത്ത് വലു അംകനഹു ബഅദുൽ ഇഫ്തിതാഹി അബി തഅവ്വുദി, ഇഫ്തിതാഹിന്ന് അല്പം ചൊല്ലാൻ ഒരാൾക്ക് സാധിക്കും, അലി അഊദൂന്ന് അതാബിഹി, എന്നാൽ ആ സാധിക്കുന്ന അല്പത്തെ കൊണ്ടുവരണം. മുഹാഫളത്തൻ അലൽ മഅ്മൂരി ബിഹി മാ അംകന, മുത്തുനബി കൽപ്പിച്ച ആ മഅ്മൂർ ബിഹിയായ കാര്യം കഴിയുന്ന അത്ര കൊണ്ടുവരാൻ സൂക്ഷിച്ചിട്ട് കണ്ടോ. ഇത്രത്തോളം വജ്ജഹത്തുവിനെ പറ്റി ഇമാമിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്പേ കഴിയുള്ളൂ എങ്കിൽ ആ കഴിയുന്ന അത്ര മഅ്മൂർ ബിഹിനെ കൊണ്ടുവരാൻ നോക്കണം. അപ്പോൾ അതിന് മനസ്സിലായി കഴിഞ്ഞാൽ കഴിയുന്നത്ര കൊണ്ടുവരണമെന്ന് സുന്നത്താണ്. ഹദീസിൽ വന്ന ഏതെങ്കിലും വജ്ജഹത്തുവിൻ്റെ അല്പം മാത്രം ചൊല്ലിയാൽ മതിയോ? ഹദീസിൽ വാരിദായ വജ്ജഹത്തു ചെറുതും വലുതും പലതും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ വാരിദായ ഹദീസിൽ നിന്ന് നമുക്ക് ഏത് വജ്ജഹത്തും ഓതാമെന്നും പറഞ്ഞു. വലിയ വജ്ജഹത്ത് എടുത്ത് ഓതുമ്പോൾ ഇമാമാണെങ്കിൽ ശ്രദ്ധിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഹദീസിൽ വാരിദായ വജ്ജഹത്തുവിൻ്റെ കൂട്ടത്തിൽ ഒരു വാരിദായ പിന്നെ ദിക്റിനെ ദുആനെ നമ്മൾ എടുക്കുമ്പോൾ ആ വാരിദായ ദിക്ർ പൂർത്തിയായിട്ട് ഇല്ലാതെ ചൊല്ലിയാൽ ഖറാഅത്ത് വീടൂല. ഷാഫിയൊക്കെ പറഞ്ഞല്ലോ റളിയല്ലാഹു അൻഹു. അപ്പോൾ വാരിദായ വജ്ജഹത്തുവിനെ ചുരുക്കാൻ പാടില്ല, അതുകൊണ്ട് ഖറാഅത്ത് വീടൂല. വജ്ജഹത്തു വജിഹി ഫത്തറ സമാവാത്തി വൽ അർദി പറഞ്ഞതുകൊണ്ട് വൽ അർള എന്ന് പറഞ്ഞ് നിർത്തിയാൽ അതുകൊണ്ട് ഖറാഅത്ത് വീടൂല. അച്ചൊല്ലിന് കൂലിട്ടു അത് വേറെ വിഷയം, കറാഹത്ത് വീടൂല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെ കറാഹത്ത് വീടുന്ന് ചില ഇബാറത്തുനിന്ന് തോന്നും, ഒറ്റപ്പെട്ട ചില ഇബാറത്തുനിന്ന്. ഹവാഷികളിലും ഇബാറത്തുകളിലൊക്കെ പലതും കാണും, ഓരോ മസാലയെക്കുറിച്ചും പലതും കാണും. അതൊക്കെ സംയോജിപ്പിച്ച് മനസ്സിലാക്കലും അതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ എന്താണെന്ന് നാനാഭാഗവും ആലോചിച്ച് ഉൾക്കൊള്ളലുമാണ് ഫിഖ്. അതാണല്ലോ മഹാന്മാരായ ഇമാമിങ്ങൾ ഈ വിഷയത്തിന് ഫിഖ് എന്ന് പേര് വെക്കാൻ തന്നെ കാരണം. ഫിഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം അത്തവസ്സുലു ഇലാ ഇൽമി ഗായിബിൻ ബി ഇൽമി ഷാഹിദിൻ, പ്രത്യക്ഷത്തിൽ ഉള്ള കാണുന്ന ആ വിഷയം അതിനെ മനസ്സിലാക്കി അതിനെ നല്ലോണം ഗ്രഹിച്ച് അതിൽ നിന്നും അവിടെ പറഞ്ഞതല്ലാത്ത വിഷയത്തിലേക്ക് ഗ്രഹിച്ച് എത്തിച്ചേരുന്നതിനാണ് ഫിഖ് എന്ന് ഭാഷാർത്ഥത്തിൽ പറയുക. ആ ഫിഖ് എന്നുള്ള ശബ്ദമാണ് നമ്മുടെ ഈ വിജ്ഞാന ശാഖയ്ക്ക് ഇമാമിങ്ങൾ വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നത് ഫിഖിൻ്റെ ഇബാറാത്തുകളും ഹവാഷികളിൽ ഒക്കെ പരാമർശിച്ച ഭാഗങ്ങൾ അതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം മനസ്സിലാക്കി ഫിഖ് മസ്അല പറയാൻ പാടില്ല എന്നുള്ള സൂചനയാണ്. ഇന്ന് നാം കണ്ടുവരുന്ന പല പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്നത് പലരും ഏതെങ്കിലും ഒരു ഹാഷിയിലുള്ളത് കണ്ട് ബുജൈരിമിയിൽ അങ്ങനെയുണ്ട്, ആ ബുജൈരിമിന്ന് ബാഹ്യാർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അയാൾ പറയുന്നു, മറ്റേ ഹാഷിയിൽ ഇങ്ങനെയുണ്ട്,
അതിൻ്റെയും ബാഹ്യാർത്ഥം മനസ്സിലാക്കുന്നത് അങ്ങനെ പറയുന്നു. അതിന് ഒക്കെ ചില അടിസ്ഥാന തത്വങ്ങൾ, അതിന് ചില ഉസൂലുകളും ഇസ്തുലാഹത്തുകളും സാങ്കേതിക ഭാഷകളൊക്കെ ഉണ്ടാവും. അതുപോലെ സംയോജിപ്പിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും ഉൾക്കൊള്ളാതെ അതിൻ്റെ ബാഹ്യാർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് മസ്അല പറയുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ ഈ വിഷയത്തിൽ ചില ഇബാറത്തുകളിലെല്ലാം ഒന്ന് രണ്ട് ഇബാറത്തുകളിൽ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഉദാഹരണമായി ഇബ്നു ഖാസിം റഹിമുല്ല തുഫയുടെ ഹാഷിയിൽ പറഞ്ഞൊരു ഇബാറത്തുണ്ട്. ഫറൂൻ അൽ വജ്ഹു, ന്യായം, അന്നഹു യജ്രി ഫി തർത്തീബി ദുആഇൽ ഇഫ്തിതാഹി മുവാലാത്തി. ഇഫ്തിതാഹിന് വജ്ജഹത്തുവിൻ്റെ ദുആ കൊണ്ടുവരുമ്പോൾ അതിൽ തർത്തീബ് വേണോ, മുവാലാത്തിഹി തുടരെ കൊണ്ടുവരണോ എന്നതിലുണ്ട്. മാ യതീബി തഷഹുദി, അത്തഹിയാത്തിൽ വേണോ, ആ ചർച്ച ഇങ്ങോട്ടും വരും. അത്തഹിയാത്തിൽ മുവാലാത്ത് വേണോ വേണ്ടേ എന്നുള്ള ചർച്ച ഇങ്ങോട്ടും വരും. അത്തഹിയാത്തിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയിൽ പറഞ്ഞു, മാന പകർച്ചയാകുന്ന രൂപത്തിൽ തർത്തീബ് ഒഴിവാക്കാൻ പാടില്ല, പകർച്ചയാകാത്ത രൂപത്തിൽ തർത്തീബില്ലാതെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതിങ്ങോട്ട് വരും എന്നാണ് ഇബ്നു ഖാസിം തങ്ങൾ പറയുന്നത്. പറ്റുലാർന്നോലും ഉണ്ട്. വന്നഹു യസ്ലു അസുലു സുന്നത്തി ബി വഅലിഹി, അസുലു സുന്നത്ത് അടിസ്ഥാന സുന്നത്ത് കിട്ടും. ബി വഅലിഹി ദുആഉൽ ഇഫ്തിതാഹിൻ്റെ അല്പം കൊണ്ടുവന്നാലും കിട്ടും. ഈ ഒരു പരാമർശത്തിൽ നിന്ന് തോന്നിപ്പോവും പിന്നെ വജ്ജഹത്തു വജിഹില്ലദി ഫത്തറസ്സമാവാതി വൽ എന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്ത് വീടും കറാഹത്ത് ഒഴിവാകും എന്ന് അതിന് തോന്നിപ്പോവും. അസുൽ സുന്നത്ത് കിട്ടും എന്ന് പറയുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുമല്ലോ. വാസ്തവത്തിൽ ഇതേപോലെ ഒരു പരാമർശം ബുജൈരിമി അൽ ഇഖ്നായിലും ഉണ്ട്. ഇതേ പരാമർശം ഈ ഇബ്നു ഖാസിം തങ്ങൾ പറഞ്ഞത് അനുകരിച്ച് പറഞ്ഞതായിരിക്കും. ഇതേ പരാമർശം ഇഖ്നായിൻ്റെ ബുജൈരിമിയിലും കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനല്ല. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അസുലു സുന്നത്ത് ബാദ് കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബാദ് ചൊല്ലാനേ ഒരാൾക്ക് കഴിയൂ, ബാദ് ചൊല്ലാനേ ഒരാൾക്ക് സൗകര്യമുള്ളൂ. നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ നിഹായനെ പറ്റി പറഞ്ഞു, നിഹായെന്നും മജ്മുഇന്നും ശറഹുൽ മുഅ്തബിലൊക്കെ പറഞ്ഞല്ലോ. വജ്ജഹത്തുവിന് അല്പം ഒരാൾക്ക് ചൊല്ലാൻ കഴിയൂ, അതിന് സൗകര്യമുള്ളൂ. അല്ലെങ്കിൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ കിട്ടൂല, അല്ലെങ്കിൽ നിസ്കാരം പുറത്തു പോകും, അങ്ങനെയൊക്കെ തോന്നിയാൽ ബാദ് ചൊല്ലാം. അപ്പോൾ ബാദ് ചൊല്ലുമ്പോൾ എന്ത് അസുൽ സുന്നത്ത് കിട്ടും ചെയ്യും. അതായിരിക്കണം ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. ഇങ്ങനെയാകാം അർത്ഥമെന്നതിന് ഉപോത്ബലകമായി എന്തെങ്കിലും ഉദ്ധരണി പറയാനുണ്ടോ? അതെ, പറയാനുണ്ട്. ഇമാം ഷർക്കാവി ഇതേ വിഷയം ഹാഷിയത്ത് തഹ്രീറിൽ ഷർക്കാവി പറഞ്ഞപ്പോൾ അവിടെയുള്ള പരാമർശം എങ്ങനെയാണ്: വലാ ബുദ്ധ ഫീ തഹ്സീലി സുന്നത്ത് കിട്ടാൻ ഉണ്ടായേ പറ്റൂ മിൻ തർത്തീബി ദുആഇൽ ഇഫ്തിതാഹി, ദുആഉൽ ഇഫ്തിതാഹി ദുആഉൽ ഇഫ്തിതാഹി തർത്തീബാക്കിയേ പറ്റൂ, മുവാലാത്താക്കിയാലേ പറ്റൂ. അത് ഇബ്നു ഖാസിം തങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിന് എതിരാണ് ഇപ്പോൾ പറയുന്നത്. തർത്തീബ് വേണം, മുവാലാത്തും വേണം. അവിടെ നമ്മൾ വിഷയം അവിടെ അല്ല. പിന്നെ അതിന് ശേഷം പറഞ്ഞു പോയ അസുലുഹ, അസുലു സുന്നത്ത് കിട്ടും ബിൽ ഇത്യാനി ബി ബഅലിഹി, ദുആഉൽ ഇഫ്തിതാഹിൻ്റെ ബഅല് കൊണ്ടുവന്നാലും അസുലു സുന്നത്ത് കിട്ടും. മുഹാഫളത്തൻ അലൽ മഅ്മൂരി ബിഹി മാംകന, കണ്ടോ, മഹ്മൂർ ബിനെ പരിഗണിച്ചിട്ട് കഴിയുന്ന അത്ര മഅ്മൂർ ബി മാംകന എന്നറിയുന്നുണ്ട്. കഴിയുന്ന അത്ര മഅ്മൂർ ബിഹി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് സൂക്ഷിച്ചിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മാംകന കണ്ടോ, അപ്പോൾ കഴിയുന്ന അത്ര, അപ്പോൾ അതിനെ കഴിയൂ, അതിനെ തമക്കുനുള്ളൂ, വജ്ജഹത്തുവിൻ്റെ അല്പം ചൊല്ലാനേ തമക്കുനുള്ളൂ എന്നായിരിക്കണം ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അത് തന്നെ ആയിരിക്കണം ഇബ്നു ഖാസിം തങ്ങളും പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. മാത്രമല്ല മറ്റൊരു തെളിവാണ് ഇമാം റൂയാനി ബഹറിൽ പറഞ്ഞല്ലോ, ബഹറുൽ മദ്ഹബിൽ റൂയാനി ഇമാം പറഞ്ഞു, ഇമാം ഷാഫിഈ ഉമ്മുൽ പറഞ്ഞു. ഉമ്മുൽ പറഞ്ഞ അഭിപ്രായമാണ് റൂയാനി ഇമാം ബഹറിൽ ഉദ്ധരിക്കുന്നത്. അത് നേരത്തെ നമ്മൾ ഉമ്മിൻ്റെ ഇബാറത്തും ബഹറിൻ്റെ ഇബാറത്തൊക്കെ ഉദ്ധരിച്ചതാണ്. ഫൈൻ സാദ ഫീഹി ഷൈഅൻ, വാരിദായ ദുആഉൽ ഇഫ്തിതാഹിൻ്റെ ദുആകൾ കുറേ ഉണ്ട്, അതിൽ എന്തെങ്കിലും കൂട്ടി ചൊല്ലിയാൽ ഔ നഖസഹു, വാരിദായ ദുആഉൽ ഇഫ്തിതാഹി അതിൽ നിന്ന് എന്തെങ്കിലും ചുരുക്കുകയാണെങ്കിൽ കരിഹത്തുഹു, അത് കറാത്താണ്
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് റൂയാൻ ഇമാം ബഹറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വലാ ഇആദത്ത വലാ സുജൂദ ലിസ്സഹ്വി, അങ്ങനെ ചെയ്തു കരുതി സഹവിൻ്റെ സുജൂദൊന്നും ചെയ്യേണ്ട, വജ്ജഹത്തുവിൻ്റെ അല്പം ചൊല്ലി സഹവിൻ്റെ സുജൂദൊന്നും ചെയ്യേണ്ട. വജ്ജഹത്തു വജിഹി ലദീ ഫത്തറ സമാവാതി വൽ അർള് മാത്രം ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതി. എന്നാൽ അങ്ങനെ അത് കറാത്താണ്, അതുകൊണ്ട് സഹവിൻ്റെ സുജൂദൊന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കറാത്താണെന്ന് ഉമ്മിലും ബഹറിലും ഒക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് പറഞ്ഞത് ആ അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല. അത് ഉദ്ദേശിച്ചത് എന്തായിരിക്കും? തമക്കുനില്ലാത്ത സമയത്ത് ബഅദ് ചൊല്ലിയാലും അങ്ങനെ ഒരു സാധ്യതയാണ്, ഇഹ്തിമാലാണ് അവരാ പറയുന്നത്. അങ്ങനെ ബഅദ് ചൊല്ലുന്നൊരു ഇഹ്തിമാൽ വരുമല്ലോ, സാധ്യതയില്ല തമക്കുനില്ലാത്ത സമയത്ത്. അപ്പോഴും വജ്ജഹത്ത് മറ്റോ ഒഴിവാക്കൊന്നും വേണ്ട, അതുകൊണ്ട് വജ്ജഹത്ത് ഓതിയൊരു പുണ്യം അതുകൊണ്ട് കിട്ടും എന്നായിരിക്കും അവരുദ്ദേശിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഇബ്നു ഖാസിം തങ്ങൾ പറഞ്ഞതും ബഹറിൽ പറഞ്ഞതും ഷാഫിമാൻ പറഞ്ഞതൊക്കെ എതിരാകേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അവർ ഷാഫിമാൻ പറഞ്ഞതും ബഹറിൽ പറഞ്ഞതും കണ്ടിട്ടില്ല നിൽക്കേണ്ടി വരും. അതിനേക്കാൾ നമുക്ക് സുഖം അവർ അങ്ങനെ അർത്ഥം ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്ന് വെക്കലാണ്. ഇനി അസുലുസുന്ന കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് കറാഹത്തില്ലാതെയാകുന്നു. അസുലുസുന്നത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കറാഹത്ത് പോകുന്ന അർത്ഥമായിക്കൊള്ളുന്നില്ല. അതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അസുലുസുന്നത്ത് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് കറാഹത്ത് പോകുമെന്ന് പറയാൻ പറ്റില്ല. എത്രയോ മസ്അലയിൽ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അസുലുസുന്നത്ത് കിട്ടും, അതോടൊപ്പം കറാഹത്ത് എന്നാലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. തുഹിഫത്തുൽ മുഹ്താജിൽ പറഞ്ഞിട്ടുണ്ട്, മിസ്വാക്കിൻ്റെ സുന്നത്ത് പറഞ്ഞെടുത്ത് കൗനുഹു അർള, പല്ലുകളിൽ വീതിയിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെ മിസ്വാക്ക് ചെയ്യണം, ഇങ്ങനെ മിസ്വാക്ക് ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു ലാ തൂല ബൽ യുക്റഹു, അത് കറാഹത്താണ്, പല്ല് ഇങ്ങനെ മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. കറാഹത്താന്ന് പറഞ്ഞിട്ട് വ മഅദാലിക, കറാഹത്ത് ഉണ്ടെങ്കിലും യഹ്സുലു ബിഹി അസുലു സുന്ന, ഇങ്ങനെ ഒരാൾ മിസ്വാക്ക് ചെയ്താലും മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ അസുലു സുന്നത്ത് അതുകൊണ്ട് കിട്ടും, പക്ഷെ കറാഹത്തുണ്ട്. അപ്പോൾ അസുലു സുന്നത്ത് കിട്ടുന്ന അപ്പുറത്ത് പറയുന്നുണ്ട്, ആ അസുലു സുന്നത്ത് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ കറാഹത്ത് അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അത് രണ്ടും തമ്മിൽ എതിരില്ല. നമ്മളെ ചർച്ച ഏതാണ്? നമ്മളെ ചർച്ച കറാഹത്ത് നീങ്ങണം, ഗൗരവമാണല്ലോ കറാഹത്തിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ നമ്മൾ നിസ്കാരങ്ങളിലും റവാത്തിബിലും തറാവീഹിലൊന്നും വജ്ജഹത്ത് ഒഴിവാക്കിയ കറാഹത്ത് വരരുത്. അത് ഒഴിവാകുമെന്ന് നമുക്കിതുമെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തൊയ്ഫീലുണ്ട് അഖല്ലുഹു റക്അ, വിത്ർ നിസ്കാരത്തിനെ പറ്റി പറഞ്ഞെടുത്ത് വിത്ർ ഒരു റക്അത്താണ് അഖല്ല്. വബിഹി ഉഅ്തുരില ഖൗലു അബി ത്വയ്യിബ് യുക്റഹുൽ ഈതാറു ബിഹ, ഒരു റക്അത്ത് കൊണ്ട് വിത്ർ നിസ്കരിക്കൽ കറാഹത്താന്ന് പറഞ്ഞിട്ടുണ്ട് അബു ത്വയ്യിബ് തങ്ങൾ. വൈജാബു ബി അന്ന മുറാദഹു അന്നൽ ഇഖ്തിസാറ അലൈഹ ഖിലാഫുൽ ഔല, ഒരു റക്അത്തിൻ്റെ മേൽ ചുരുക്കൽ ഖിലാഫുൽ ഔലയാണ്. ലാ അന്നഹ ഫീ നഫ്സിഹ മക്റൂഹ, ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കൽ ഒരു ഏതാണ് വിത്ർ എന്നുള്ള ആൾക്ക് അത് കറാഹത്തല്ല, ഒരു റക്അത്തിൻ്റെ മേൽ ചുരുക്കി എന്നുള്ള ആൾക്ക് ഏതാണ് കറാഹത്തുമാണ്, ഖിലാഫുൽ ഔലയാണ്. അതുമാതിരി നമുക്ക് ഇവിടെയും പറയണം വജ്ജഹത്തു വജിഹിയല്ലദീ ഫത്തറ സമാവാതി വൽ അർള് എന്ന് ഓതി എന്നുള്ളവർക്ക് കറാഹത്തില്ല, ഓതേണ്ട സംഗതി തന്നെയാണ്. പക്ഷെ അത്ര ചുരുക്കി നടന്ന ഹൈഫിയത്തിലൂടെ വല്ലറിൻ്റെ അവിടെ നിർത്തി എന്നുള്ള ഭാഗം നോക്കുമ്പോൾ അത് കറാഹത്താണ്. അപ്പോൾ അസ്ലു സുന്നത്ത് കിട്ടും ചെയ്യും, അതോടുകൂടെ കറാഹത്ത് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നിഹായിൽ വയഖൂലു സുബ്ഹാന റബ്ബിയൽ അലീം, റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയണം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഫുഖാഹൊക്കെ തൊയ്ഫീലുണ്ട്. അവിടെ ഒരു പ്രാവശ്യം അഖല്ല് ഏത് അസ്ലു സുന്നത്ത് ഒരു മറത്തുകൊണ്ട് കിട്ടും. അവിടെ ഹവാഷിയിലൊക്കെ പറഞ്ഞു ഒരു മറത്തുകൊണ്ട് അസ്ലു സുന്നത്ത് സുബ്ഹാന റബ്ബിയൽ അലീം റുക്കൂലു സുജൂദുൽ സുബ്ഹാന റബ്ബിയൽ ആല സുജൂദുൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു മറത്തുകൊണ്ട് അസ്ലു സുന്നത്ത് കിട്ടുമെങ്കിലും യുക്റഹു ഒരു പ്രാവശ്യം ഫർള് കറാഹത്താന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷബ്ര മല്ലിസി പറഞ്ഞു കൗലുഹു ബി മറ, ഒരു പ്രാവശ്യം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞത് ഐ മാൽ കറാഹത്തി, അവിടെ കറാഹത്തുണ്ട്. അപ്പോൾ അവിടെ ഇത് തന്നെയാണ്, ഒരു പ്രാവശ്യം പറഞ്ഞു എന്നുള്ളതല്ല. എന്നാൽ പിന്നെ ഒരു പ്രാവശ്യം പറയണ്ടെന്ന് എഴുതിയാണ്ട് പോയാലും അത് ഇതിലും വലിയ കറാഹത്താവും. അപ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലി എന്നുള്ളതല്ല കറാഹത്ത്, ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലണം. പക്ഷെ ഒരു പ്രാവശ്യത്തിൽ ചുരുക്കി എന്നുള്ളത് കറാഹത്താണ്. എന്നതുപോലെ വജ്ജഹത്ത് വജിയല്ലദീ ഫത്തറ സമാവാതി വൽ അർള്
എന്ന് ചൊല്ലി എന്നുള്ളതല്ല കറാഹത്ത്, അതിൻ്റെ മേൽ ചുരുക്കി എന്നറിയുന്നത് കറാഹത്താണ് എന്ന് വരും. ആര് പറഞ്ഞതനുസരിച്ച്? ഇബ്നു ഖാസിം തങ്ങൾ പറഞ്ഞതനുസരിച്ച്. ഹദീസിൽ വന്നതല്ലാത്ത പ്രാർത്ഥനകളെ കൊണ്ടും വജ്ജഹത്ത് ഒഴിവാക്കുന്നതിൻ്റെ കറാഹത്ത് ഇല്ലാതെയാകുമോ? ഹദീസിൽ ദുആഉൽ ഇഫ്തിതാഹിൻ്റെ സന്ദർഭത്തിൽ ചൊല്ലാനായിട്ട് കുറേ ദുആ വന്നു നമ്മൾ പറഞ്ഞല്ലോ. അതിൽ വാരിദായത് അല്ലാത്ത ഏതെങ്കിലും ദുആഓ ദിക്റോ കൊണ്ടുവന്നാൽ വജ്ജഹത്ത് ഒഴിവാക്കിയതിൻ്റെ കറാഹത്ത് വീടുവന്നപ്പോൾ നിങ്ങൾ ചോദിച്ചു. വീടില്ല, അത് വീടില്ല എന്നാണ് ധാരാളം കിതാബുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പറഞ്ഞവരൊക്കെ പറഞ്ഞത് എന്താണ്? ഈ വാരിദായ ദിക്ർ ദുആകളിൽ നിന്ന് ഏതൊന്ന് കൊണ്ടുവന്നാലും അസ്ലു സുന്നത്ത് കിട്ടും. അപ്പോൾ ഈ വാരിദായതിൽ നിന്ന് ഏതൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ അസ്ലു സുന്നത്തിനെ കിട്ടില്ല എന്നാണ് അതിൻ്റെ വ്യക്തം. പക്ഷേ ചിലരങ്ങനെ, നമ്മളെ ചില മൗലവിമാരങ്ങനെ പറയുന്നതിന് കിട്ടുന്നു. അത് പറയാൻ കാരണം ഷർഹുൽ മഹല്ലിയിൽ ഈ സുന്നത്ത് പറഞ്ഞെടുത്ത് പോയി സുന്നു ബഅദ തഹറുമി ദുആഉൽ ഇഫ്തിതാഹ് അത്രേ മിൻഹാജിലുള്ളൂ. അത് പറഞ്ഞപ്പോൾ മഹല്ലി ഇമാം അതിൻ്റെ ഷറഹിൽ പറഞ്ഞു ദുആഉൽ ഇഫ്തിതാഹ് സുന്നത്താന്ന് പറഞ്ഞത് നഹ്ബു വജ്ജഹത്ത് വജ്ഹി എന്ന് പറഞ്ഞു. ഷൈഖുൽ ഇസ്ലാം മഹല്ലി ഇമാമിൻ്റെ ശിഷ്യൻ ഷൈഖുൽ ഇസ്ലാമിൻ്റെ കിതാബിൽ നഹ്ബു വജ്ജഹത്ത് വജ്ഹി എന്നുള്ളത്. അത് വജ്ജഹത്ത് വജ്ഹി പോലോത്തത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ പോലോത്ത് എന്ത് ദുആവും എന്ത് ദിക്റും ആകാന്നല്ല. ധാരാളം വാരിദാത്തുകളുണ്ട്. ദുആഉൽ ഇഫ്തിതാഹ് ആയിട്ട് വന്ന ധാരാളം ദുആകളും ദിക്റുകളും ഉണ്ട്. അതിന് ഏതെങ്കിലും ഒന്ന് മതി എന്ന അർത്ഥത്തിനാണ് അവിടെ നഹബ് എന്ന് ഉപയോഗിച്ചത്. മുഹശ്ശികളൊക്കെ മഹല്ലി ഇമാമിൻ്റെ കലാമിന് ഹാഷ്യ വിശദീകരിച്ച മുഹശ്ശികളൊക്കെ അങ്ങനെ തന്നെ പറഞ്ഞതും. അങ്ങനെ ഖൽയൂബി റഹിമഹുല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. ഖൽയൂബിയിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. ഖൽയൂബിയിലുള്ളത് ഖൗലുഹു നഹു വജ്ജഹത്തു ഫലാ യതഖയ്യദു ബിമാ ദുക്കിറ. മഹല്ലി ഇമാം പറഞ്ഞ വജ്ജഹത്ത് വജ്ഹി അത് നിർണിതമല്ല, അത് തന്നെ വേണമെന്നില്ല. വൈൻ കാന ബി ഗൈരിൽ മഅ്സൂരി, ഹദീസിൽ വന്നതല്ലാത്തതായാലും മതി. ലാക്കിന്നൽ മഅ്സൂർ അഫ്ളലു, മഅ്സൂർ ആണ് ഏറ്റവും അഫ്ളലി എന്ന് മാത്രം. വമിന്നു അദൽ മസ്കൂറു, ആ മൗസൂർ പെട്ടതാണ് ഇവിടെ പറഞ്ഞ വജ്ജഹത്തു. മൗസൂർ ആവണമെന്നില്ല, മൗസൂർ അല്ലാത്തതും പറ്റുമെന്നാണ് ഖൽയൂബി തങ്ങൾ പറഞ്ഞത്. ഈ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇത് ബലഹീനാണ് ഖൽയൂബി തങ്ങൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് കറാഹത്ത് വീടാൻ ഏതെങ്കിലും ഒരു അല്ലാഹു മഗ്ഫിർലി എന്ന് പറയേ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ എന്ന് പറയേ അത് മാത്രം പറഞ്ഞതുകൊണ്ട് വീടും എന്ന് പറയുന്നത് ശരിയല്ല. ഖൽയൂബി പറഞ്ഞത് സ്വീകാര്യമല്ല എന്നതിന് എന്താണ് തെളിവ്? ഖൽയൂബി പറഞ്ഞത് 4 കാര്യങ്ങളെ കൊണ്ട് അത് അസ്വീകാര്യമാണ്. ഒന്ന്, ജുംഹൂറുൽ ഫുഖഹാവും ഭൂരിപക്ഷം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞ ഒരു സത്യമുണ്ട്, ഒരു ഇബാറത്തുണ്ട് ഇവിടെ. പിന്നെ വാരിദായ ധാരാളം ദിക്റുകളും ദുആകളും ദുആഉൽ ഇഫ്തിതാഹിൻ്റെ പറഞ്ഞിട്ട് വബി അയ്യിഹ ഇഫ്തതഹ ഹസല അസ്ലു സുന്ന. എന്താ അതിൻ്റെ അർത്ഥം? വബി അയ്യിഹ ഇഫ്തതഹ, ഇവിടെ ഈ ജാർ മജ്റൂർ ഈ ലർഫിനെ മുന്തിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങണം, എന്നാൽ അസ്ലു സുന്നത്ത് കിട്ടും. അപ്പോൾ വയഹ്സുലു അസ്ലു സുന്നത്തി ബി വാഹിദി മിന്ന എന്നല്ല പറഞ്ഞത്, വബി അയ്യിഹ ഇഫ്തതഹ അസ്ലു സുന്ന. ഇതിനോട് തുല്യമായ പല ഇബാറത്തുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വാരിദായ ദിക്റുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തന്നെ പറയണം, എന്നാലേ അസ്ലു സുന്നത്ത് കിട്ടുമെന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ അഫ്ളൽ ഏതാണ്? വജ്ജഹത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വബി അയ്യിഹ എന്നുള്ള ലർഫ്, ആ ലർഫിനെ മുന്തിച്ചത് കൊണ്ട് വളരെ വ്യക്തമായി മറ്റുള്ള രീതികളെ കൊണ്ട് അസ്ലു സുന്നത്ത് കിട്ടുകയില്ല, കറാഹത്ത് വീടുകയില്ല. ഖൽയൂബിയ പറഞ്ഞത് മറ്റുള്ള ഫുഖഹാവൊക്കെ മുഹശ്ശീങ്ങളും ഷാരിഹീങ്ങളൊക്കെ പറഞ്ഞതിന് എതിരാണ്. രണ്ടാമത്തെ കാര്യം, ഉമ്മിൽ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ഉദ്ധരിച്ചല്ലോ, വഇൻ ഖാല ഗൈറഹ. ഉമ്മിൽ പറഞ്ഞൊരു ഇബാറത്ത് നേരത്തെ നമ്മൾ ചെറുതാക്കി പരാമർശിച്ചു. വഇൻ ഖാല ഗൈറഹ മിൻ ദിക്രില്ലാഹി വ തഅലീമിഹി, നേരത്തെ പറഞ്ഞ വാക്കിൻ്റെ ബാക്കിയാണത്. ഒരാൾ വജ്ജഹത്തുവിൻ്റെ അവിടെ ഈ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും ദിക്റുകളോ അള്ളാഹുവിനെ ബഹുമാനം സൂചിപ്പിക്കുന്ന വാക്കുകളോ ദുആകളോ നടത്തിയാൽ
ലം യക്കുൻ അലൈഹി ഫീ ഷൈഉൻ, അതുകൊണ്ടൊരു കുറ്റമൊന്നും വരില്ല. കൂലിട്ടെന്നല്ല പറയുന്നത്. അതുകൊണ്ട് അവന് വജ്ജഹത്തുവിൻ്റെ അസ്ലു സുന്നത്ത് കിട്ടുമെന്നല്ല പറഞ്ഞത്. അവനതോട് കുറ്റമൊന്നും വരാനില്ല. പക്ഷേ വകദാലിക ഇൻ ഖാലഹു ഹൈസുല ആമുർഹു അൻ യഖൂലഹു, വജ്ജഹത്ത് ഓതണമെന്ന് ഞാൻ നിർദ്ദേശിക്കാത്ത സ്ഥലം അവിടെ വജ്ജഹത്ത് ഓതി. വജ്ജഹത്ത് ഓതണി 5 ഷർത്ത് വെക്കണമല്ലോ. 5 ഷർത്ത് വെക്കാത്ത സ്ഥലത്ത് ഒരാൾ വജ്ജഹത്ത് ഓതി, എന്നാൽ അവിടെയും അവന് കുറ്റം വരാനില്ല. കാരണം വലാ യഖ്തഉ ദിക്റുല്ലാഹി അസ്സലാ ഫി അയ്യി ഹാലിൻ ദക്കറഹു, നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ദിക്ർ കൊണ്ടുവന്നതുകൊണ്ട് നിസ്കാരത്തെ മുറിക്കൂല. അതാണ് ആ പറഞ്ഞത്. അപ്പോൾ വാരിദല്ലാത്ത ദിക്റോ ദുആയോ കൊണ്ടുവന്നാൽ നിസ്കാരത്തെ മുറിക്കൂല, അതുകൊണ്ട് കുറ്റം വരുന്നില്ല. പക്ഷേ അതുകൊണ്ട് അസ്ലു സുന്നത്ത് കിട്ടുന്നു, ഇപ്പോൾ കൂലിട്ടുന്നു അസ്ലു സുന്നത്ത് കിട്ടുന്ന ഒരിക്കലും ഷാഫി ഇമാമിൻ്റെ വാക്കിന്ന് കിട്ടുന്നില്ല, കിട്ടൂല എന്നാണ് ഇവന്ന് മനസ്സിലാകുന്നത്. മൂന്നാമത്തെ കാര്യം, മഹല്ലിയുടെ മറ്റൊരു ഹാഷിയാണല്ലോ ഹാഷിയത്തു സുംബാത്തി. കല്യൂബി തങ്ങളുടെ മുമ്പുള്ള വന്ന ആളാണ് ഇമാം സുംബാത്തി. സുംബാത്തി തങ്ങൾ അവിടെ പറഞ്ഞത് നെഹ്വു കൗലുഹു നെഹ്വു വജ്ജഹത്ത് വജിഹി എന്ന് പറഞ്ഞത് ആ നെഹ്വുമെന്നാണല്ലോ കല്യൂബി തങ്ങൾ വാരിദല്ലെങ്കിലും പറ്റും പറഞ്ഞത്. അതിനെപ്പറ്റി വിശദീകരിച്ചത് അഷാറബി കൗലിഹി നെഹ്വ്. ഇവിടെ നെഹ്വു വജ്ജഹത്ത് പോലാത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇലന്നഹു ലായൻ ഹസ്റു ഫീമാ ദുക്കിറ ഓ കദാലിക ലിഅന്നഹു ഖദ് വറദ ഫീ അദ്ഇയത്തുൻ കസീറ. വജ്ജഹത്ത് ദുആഉൽ ഇഫ്തിതാഹിൽ ധാരാളം ദുആകൾ വന്നിട്ടുണ്ട്, അതൊക്കെ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. വലാക്കിൻ അഫ്ളലഹ മഖ്തസറ അലൈഹി ഷാരി പറഞ്ഞ വജ്ജഹത്വമാണ് ഏറ്റവും പ്രബലം എന്നേ ഉള്ളൂ. അതുപോലെ മഹല്ലി ഇമാമിൻ്റെ ഉസ്താദായ ഇബ്നു ഖാസിമുൽ ഖസ്സി അൽ ഖറാബീലി അവർ മത്നുൽ ഗായക്ക് ഷർഹ് എഴുതിയപ്പോൾ അവിടെ പറഞ്ഞു മത്നുൽ ഗായയിൽ ഇബാറത്ത് തവജ്ജുഹൂന, വജ്ജഹത്ത് സുന്നത്താന്ന് തവജ്ജുഹൂന പറഞ്ഞു. ആ തവജ്ജുഹു എന്നുള്ളതിന് വിശദീകരിച്ചു ഖസ്സി തങ്ങൾ വൽ മുറാദു അൻ യഖൂലൽ മുസല്ലി ബഅദ തഅറുമി ദുആൽ ഇഫ്തിതാഹി ഹാദിഹിലായ വജ്ജഹത്ത് വജിഹി അല്ലദി, അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഔ ഗൈറഹ, അല്ലെങ്കിൽ വജ്ജഹത്ത് വജിഹി അല്ലദി വേണ്ട, വേറുള്ളത് പറയാം. മിമ്മ വറദ ഫിൽ ഇസ്തിഫ്താഹി, ഇസ്തിഫ്താഹിൽ വാരിദായത് തന്നെ ഈ ഗൈറ് ഏതും ആവാമെന്നല്ല, കണ്ടോ, ഏതും പറ്റുമെന്ന്. ആ ഗൈറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിമ്മ വറദ ഫിൽ ഇസ്തിഫ്താഹി, ഇസ്തിഫ്താഹിൻ്റെ ദുആ ആയിട്ട് വന്നതായിരിക്കണം. അവിടെ ബാജൂരി തങ്ങൾ പറഞ്ഞു ഖൗലുഹു മിമ്മ വറദ ഫിൽ ഇസ്തിഫ്താഹി, ഇവിടെ ബയാനുൽ ഗൈരിഹ, ഗൈറ് വജ്ജഹത്തു അല്ലാത്തത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാമല്ല, മറിച്ച് ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയായി ദുആ ആയി വന്നതായിരിക്കണം. വദാലിക നഹ്വു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുപോലെ മറ്റുള്ള ദിക്റും പറഞ്ഞിട്ടുണ്ട്, അതുപോലത്തതായിരിക്കണം എന്ന് ബാജൂരിയിലും പറഞ്ഞു കാണാം. പിന്നെ ഷർഖാബിയിലും അതുപോലുണ്ട് നെഹ്വു വജ്ജഹത്തു. ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി നെഹ്വു വജ്ജഹത്തു എന്ന് പറഞ്ഞപ്പോൾ മാലിമാൻ്റെ ശിഷ്യനാണല്ലോ അവർ നെഹ്വു വജ്ജഹത്തു എന്ന് പറഞ്ഞതിന് ഷർഖാബിൻ ഷർഹൈദി അഷാറ ബിദാലിക ഇല അന്ന ദുആൽ ഇഫ്തിതാഹില യൻഹസുറു ഫീമാ ദുക്കിറ ഫഖദ് സ്വഹ ഫീഹി അഖ്ബാറുൻ ഉഖറു മിൻഹാ ഹാദിഹി വബി അയ്യി ഇഫ്തതഹ ഹസല അസ്ലു സുന്ന. ഈ പറഞ്ഞതിൽ നിന്ന് ഏതും എടുത്താലും സുന്നത്ത് കിട്ടും. കണ്ടോ, അത് അധിക ഇമാമികളും പറഞ്ഞതാണ് ഫുഖഹായി. നാലാമത്തെ കാര്യം, കല്ലൂബി നമുക്ക് നമ്മുടെ ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ച ഒരു കായിക ഉണ്ടല്ലോ, നമ്മൾ കൈപ്പറ്റ ഉസ്താദൊക്കെ പറഞ്ഞതായി നമ്മുടെ ഉസ്താദ് ബാളക്കുളം ബീരാങ്കുട്ടി ഉസ്താദ് പറയാറുണ്ട്. എൻ്റെ ഉസ്താദ് ബീരാങ്കുട്ടി ഉസ്താദ് കൈപ്പറ്റ ബീരാങ്കുട്ടി ഉസ്താദിൻ്റെ അടുത്ത് 10 വർഷം, ദീർഘമായ 10 വർഷം അവിടുത്തെ ദർസിൽ പഠിച്ചിട്ടുണ്ട്. ആ 10 വർഷത്തിൽ ഷറഹുൽ മഹല്ലി, മിന്നാജിൻ്റെ ഷറഹായ ഷറഹുൽ മഹല്ലി 4 വാള്യം സുദീർഘമായ 9 വർഷം എടുത്തിട്ടാണ് ആ മഹല്ലി കൈപ്പറ്റ ഉസ്താദ് ഓതി കൊടുത്തിട്ടുള്ളത്. കാരണം കൈപ്പറ്റ ഉസ്താദ് മഹല്ലി ഓതുമ്പോൾ കുറേ തഹ്ഖീഖാത്തുകൾ, കുറേ ഇസ്തുലാഹാത്തുകൾ എല്ലാം പറഞ്ഞിട്ടാണ് ക്ലാസ് എടുക്കുക. അങ്ങനെ കൈപ്പറ്റ ഉസ്താദിൻ്റെ അടുത്ത് മഹല്ലി 4 വാള്യം തീരണമെങ്കിൽ 9 വർഷം എടുക്കും. അങ്ങനെ 9 വർഷം എടുത്ത് മഹല്ലി ഓതിയ ആളാണ് എൻ്റെ ഉസ്താദ് ബീരാങ്കുട്ടി ഉസ്താദ്. അവർ പറയാറുണ്ട് ഷെയ്ഖുന കല്ലൂബിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട് എന്ന്. അത് അവരുടെ കിതാബിൽ പറഞ്ഞതുമാണ്.
കല്യൂബി തങ്ങൾ, പൊതുവെ ഉസ്താമാരൊക്കെ നമുക്ക് പഠിപ്പിച്ചതിൻ്റെ കാര്യമാണ് മഹല്ലി ഓതുമ്പോൾ. കല്യൂബി തങ്ങൾ മറ്റുള്ളവരോട് എതിരായാൽ കല്യൂബി പറയുന്നത് എടുത്തുകൂടാ. അങ്ങനെ നമുക്കൊരു കായികയുണ്ട്. കല്ലൂബിയിൽ പറഞ്ഞതൊക്കെ എടുക്കാൻ പറ്റും, പക്ഷേ കല്ലൂബി പറഞ്ഞത് മറ്റുള്ളവരൊക്കെ പറഞ്ഞതിനോട് എതിരാണ്, എന്നാൽ അത് എടുത്തുകൂടാ. കല്ലൂബിയിൽ പറഞ്ഞതുകൊണ്ട് ഫത്ത് കൊടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മളെ ബുഷൽ കരീം പോലാത്ത കിതാബുകളിലുണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമാം കുർദി ആ വിഷയം ഫതാവിയിൽ പറഞ്ഞു, ഫതാവുൽ കുർദിയിലുണ്ട്. അത് നമ്മളെ വാളക്കുളം ബീരാങ്കുട്ടി ഉസ്താദിൻ്റെ കിതാബാണ് ദലീലുൽ അൽമായി. ഇങ്ങനെയുള്ള കൈപ്പറ്റ ഉസ്താദ് മനസ്സിലാക്കി കൊടുത്ത ഇസ്തിലാഹുകളൊക്കെ ചിലത് സൂചിപ്പിച്ച അതിൽ പറയുന്നു, ഖാലൽ ഇമാമുൽ കുർദി വഖദ് സമയത്തു മിൻ ഷെയ്ഖി അഷെയ്ഖുൽ മർഹൂം യൂസുഫുൽ കുർദി. എൻ്റെ ഷെയ്ഖ് കുർദിമാൻ പറയാണ്, യൂസുഫുൽ കുർദിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നഖലൻ അൻ മഷായിഖി, അവരുടെ ഉസ്താദുമാരിൽ നിന്ന് ഉദ്ധരണിയായി, ഔ ബാലിയും, അല്ലെങ്കിൽ എല്ലാ ഉസ്താദുമാരല്ല ചില ഉസ്താദുമാരിൽ നിന്ന് ഉദ്ധരണിയായി, അന്ന ഷിഹാബുൽ കല്യൂബി, ഷിഹാബുദ്ദീൻ കല്യൂബി ഇദാ ഖാലഫ ഗൈറു, മറ്റുള്ളവരോട് എതിരായാൽ ലാ യുഅ്തമദു അലാ കലാമിഹി, അത് സ്വീകാര്യമല്ല, അത് അവലംബനീയമല്ല. വഅല്ലലഹു, എന്താ അതിന് കാരണം? കല്യൂബിക്ക് ഒരു പ്രത്യേകത, കല്യൂബി ഭയങ്കര ദഖിയാണ്. വഅല്ലലഹു ബി അന്ന ഷെയ്ഖൽ കല്യൂബി, കല്യൂബി തങ്ങൾ കാനലഹു ദിഹ്നുൻ വഫഹ്മുൻ ജയ്യിദുൻ, അവർക്ക് നല്ല ദിശന ഉണ്ടായിരുന്നു, പ്രത്യേക ഗ്രാഹ്യശക്തി ഉണ്ടായിരുന്നു. ഫഹ്മുൻ ജയ്യിദുൻ കവിയുൻ ഫറുബ്ബമായ, അതിന് പ്രശ്നമല്ല, ഫറുബ്ബമായ റുദ്ദു കലാമ വൈരിഹി ബിഫഹമി, സ്വന്തം ഫഹ്മു കൊണ്ട് മറ്റുള്ള ഫുഖഹാ പറഞ്ഞു വെച്ചതിനൊക്കെ എതിര് പറഞ്ഞാളും, അതിനൊക്കെ തള്ളിക്കളഞ്ഞാളും, മറ്റുള്ളവർ പറഞ്ഞതിനൊക്കെ എതിര് പറഞ്ഞാളും. എന്തുകൊണ്ട്? ഫിഖ് എന്ന് പറഞ്ഞത് നമുക്ക് ബുദ്ധിക്ക് തോന്നുന്നത് മാത്രമല്ലല്ലോ, അതിന് നഖലിനാണ് കൂടുതൽ പ്രാധാന്യം. നഖല് തീരെ ഒക്കാതെ വരുന്ന സമയത്ത് തസ്ഹീഹു നഖൽ നടത്തണമെന്നേ ഉള്ളൂ. അവിടെ വൽ ഫിഖ്ഹു നഖലുൻ, ഫിഖ് പറഞ്ഞ നഖലാണ്, അത് അഖല് കൊണ്ട് പറയേണ്ടതല്ല, ബുദ്ധി കൊണ്ട് പറയേണ്ടതല്ല. യജിബു ഇത്തിബാഉ മാ നസ്സു അലൈഹി, ഫുഖഹാ വ്യക്തമായി പറഞ്ഞ പ്രസ്താവനയോട് അനുകരിക്കണം. സവാഉൻ ലഹറ വജൂഹു അംല, അതിൻ്റെ ന്യായം മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഇക്കാര്യം കുർദി ഫവായിദിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളെ കൊണ്ട് കല്ലൂബിയ പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഹദീസിൽ വന്നതല്ലാത്ത ദിക്റുകളും മതിയാകുമെന്ന് ഉംദയുടെ ഷറഹിലുണ്ടോ? ഉംദയുടെ ഷറഹി ഫൈദുൽ ഇലാഹിൽ മാലിക്, ഫൈദുൽ ഇലാഹിൽ മാലിക്കിൽ അങ്ങനെ ഇല്ല. പക്ഷേ ധൃതിപ്പെട്ട് അതിൻ്റെ എന്താണ് പറയുന്നത് മനസ്സിലാക്കാതെ മുകളിലൂടെ വായിക്കുന്നവരാണ് ഇപ്പോൾ പലരും. അവർക്ക് തോന്നിപ്പോവാനെ പറയുന്നുണ്ട്. ഞാനായ ഉദ്ധരണി ഒന്ന് വായിക്കാം. വഖദ് വജ്ജത്തുനെ പറ്റി ഫൈദുൽ പറയാണ്, വഖദ് വറദത്ത് ഫീഹി അഹാദീസു സ്വഹീഹത്തുൻ, ദുആഉൽ ഇഫ്തിതാഹിൽ ധാരാളം ഹദീസ് വന്നിട്ടുണ്ട്. ബി അദ്കാരിൻ മുഖ്തലിഫത്തിൻ, വ്യത്യസ്ത ദിക്റുകളാണ് ആ സ്വഹീഹായ ഹദീസുകളിലൊക്കെ ഉള്ളത്. വൽ മഷൂർ മിന്ന വഹുവൽ അഫ്ളലു വജ്ജഹത്തു ആണ് അഫ്ളൽ. വലൗ അതാബി ദുആഇൻ ആഖറ ഗൈരി ഹാദാ മിനൽ അദ്കാരിൽ മുഖ്തലിഫത്തി ഹസല അസ്ലു സുന്ന വലാകിന്നൽ അഫ്ളലു മാ അലിംത്. വലൗ അതാബി ദുആഇൻ ആഖറ ഗൈരി ഹാദാ, ഈ പറഞ്ഞ വജ്ജഹത്തു അല്ലാത്ത ഒരു ദുആഇനെ ഒരാൾ കൊണ്ടുവന്നാൽ ആ ദുആ എന്തായിരിക്കണം? മിനൽ അദ്കാരിൽ മുഖ്തലിഫ, വ്യത്യസ്ത ദിക്റുകൾ. ഇവിടെ അങ്ങനെ അർത്ഥം വെക്കും, നിരുപാധികം വ്യത്യസ്ത ദിക്റുകൾ എന്നല്ല ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണ് ഈ മിൻ അദ്കാരിൻ മുഖ്തലിഫത്തി എന്ന് പറയൂ. മിനൽ അദ്കാരിൽ മുഖ്തലിഫ എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ നേരത്തെ പറഞ്ഞ വിഭിന്നങ്ങളായ ദിക്റുകൾ ഏതാ നേരത്തെ പറഞ്ഞത്? വഖദ് വറദത്ത് ഫി അഹാദീസ് സ്വഹീഹത്തുൻ ബി അദ്കാരി മുഖ്തലിഫ, സ്വഹീഹായ ഹദീസിൽ വ്യത്യസ്തമായ ദിക്റുകളുണ്ട്. ആ വ്യത്യസ്തമായ ദിക്റുകൾ കൊണ്ടുവന്നാണ് അവിടെ ഉദ്ദേശിച്ചത്, എന്നല്ലാതെ തോന്നിയവർക്ക് തോന്നിയ ദിക്റ് കൊണ്ടുവരാൻ പറ്റും എന്നല്ല അവിടെ പറഞ്ഞത്. വജ്ജഹത്തും ഔദുവും രണ്ടും കൂടെ ചൊല്ലാൻ കഴിയില്ലെങ്കിൽ ഏതാണ് മുന്തിക്കേണ്ടത്? കുറഞ്ഞ സമയമുള്ളൂ, അപ്പോൾ ആ സമയത്തിനുള്ളിൽ വജ്ജഹത്തുള്ള ആദ്യം വരുന്നത്. വജ്ജഹത്തു ചൊല്ലിയാൽ ഔദുവിന് സമയം കിട്ടൂല, അല്ല ഔദു അതാന്ന് വിചാരിച്ചാൽ വജ്ജഹത്തുവിന് സമയം കിട്ടൂല. അപ്പോൾ ഏതിനെയാണ് മുന്തിക്കേണ്ടത് എന്ന് ആണിപ്പോൾ സംശയം. അതിന് ആ ചർച്ച ഹാഷിയത്തുൽ ജമലിൽ, ഷറുൽ മന്നജിൻ്റെ ഹാഷിയത്തുൽ ജമലിൽ ആ ചർച്ച വരുന്നുണ്ട്. അതിൽ പറഞ്ഞത് വലൗ തആറദൽ ഇഫ്തിതാഹു വതഅവ്വുദു ഐ ലം യുംകിൻഹു ഇല്ലാ അഹദുഹുമ
അങ്ങനെ ആയാൽ പിന്നെ ഹൽ യുറായിൽ ഇഫ്തിതാഹ വജ്ജത്തുമാണ് ആദ്യം ചെയ്യേണ്ടത്. ലിസബക്ക് ആദ്യം വജ്ജത്തുവാണല്ലോ. അപ്പോൾ വജ്ജത്തൂനാണോ പറയുന്നത്? ആദ്യം വജ്ജത്തുവാണല്ലോ വരുന്നത്, എന്നാലും ബാക്കിയുള്ള സംഭവമൊക്കെ. അപ്പോൾ ആദ്യം വജ്ജത്തൂനാണോ, വജ്ജത്തോട് ഓതുകയാണോ വേണ്ടി, ചെറിയ വജ്ജത്തു? അവി തഅവൂദ്, അതോ അഊദുവോ? യന്നഹുൽ ഖിറാ, അഊദ് ഓത്തിനുള്ളതാണല്ലോ, ഓത്തിൽ ശൈത്വാൻ വരാതിരിക്കാനുള്ളതാണല്ലോ. ഒന്നൂറും അത് ചിന്തിച്ചള എന്ന് ഉദ്ധരിച്ചിട്ട് ഇമാം ഹലബിയിൽ നിന്നാണ് ഹാഷിയത്തുൽ ജമലിൽ ഹാഷിയത്തുൽ ജമലൊക്കെ ഉദ്ധരിക്കലാണ്. ഇത് ഹലബിയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. എന്നിട്ട് ഹലബി അതിന് മറുപടി പറഞ്ഞു, കുൽത്തു മിമ്മ യുറജു സാനിയ, അഊദ് ആണ് മുന്തിക്കേണ്ടത് എന്നതിന് തർജീഹാണ് അന്നഹു ഖീല ബി വുജൂബി, അഊദ് നിർബന്ധമാണെന്ന് അഭിപ്രായം ഉണ്ടല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ അതിലുള്ളത്. പക്ഷേ അതല്ല നമുക്ക് അവിടെ പ്രബലമായി തോന്നുന്നത്. മുന്തിക്കേണ്ടത് വജ്ജത്തു എന്നാണ് മനസ്സിലാണ്. രണ്ട് കാരണമുണ്ട് ഇവിടെ. അഊദുവിൻ്റെ അവിടെ നിർബന്ധമാണെന്നുള്ള ഖീലുണ്ട് എന്നാണ് പറഞ്ഞത്. അഊദുവിൻ്റെ അവിടെ നിർബന്ധം എന്നുള്ള ഖീലുള്ളത് പോലെ ആ ഖീലയും ഉണ്ട് വജ്ജഹത്തൂൽ നിർബന്ധം എന്നുള്ള അഭിപ്രായം വലത്തല്ല എന്ന് പറഞ്ഞല്ലോ. ആ ഖീലയുമുണ്ട് വജ്ജഹത്തൂൽ. അതിൻ്റെ പുറമെ വജ്ജഹത്തൂന് ആദ്യം വരുന്നത് രണ്ട് കാരണമുണ്ട്. ഈ രണ്ട് കാരണം ഉണ്ടായതുകൊണ്ട് ആദ്യം വന്നതിനെ പരിഗണിക്കല്ലേ വേണ്ടത്, എന്നിട്ടല്ലേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഔദ് ഒഴിവാക്കൽ കറാഹത്തുണ്ടോ? അഊദ് ഒഴിവാക്കലും വജ്ജഹത്തൂനെ പോലെ ശക്തമായ കറാഹത്താണ്. അത് ഫത്തുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിതാബിൽ പല കിതാബുകളിലും പറഞ്ഞു. ഉബാബിൽ നേരത്തെ നമ്മൾ വായിച്ചല്ലോ. അഊദ് സാധിക്കുമെങ്കിൽ സാധിക്കുന്ന വ്യക്തിക്ക് പിന്നെ അത് ഒഴിവാക്കൽ കറാഹത്ത് തന്നെയാണ്. ആദ്യത്തെ റക്കായത്തല്ലാത്തവയിലും കറാഹത്താണോ? ഒന്നാമത്തെ റക്കായത്തിൽ മുഅക്കദ സുന്നത്താണ്, മറ്റുള്ളതിലും സുന്നത്ത് തന്നെയാണ്. പക്ഷേ ഈ കറാഹത്ത് വരുന്നിടത്ത് പിന്നെ ഒന്നാമത്തെ റക്കായത്തല്ലാത്ത എല്ലാ റക്കായത്തിലും അഊദ് ഒഴിവാക്കൽ കറാഹത്താണ്. അത് ഫുഖഹാ പറഞ്ഞെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. വ്യക്തമായിട്ട് തന്നെ ഫത്തുൽ മുഈൻ്റെ ഹാഷിയിൽ യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഔദ് എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താ? അഊദു എന്നതിന് പല രൂപവും പല കിതാബിലും പറയുന്നുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം, അങ്ങനെ ഹദീസ് അങ്ങനെ വന്നിട്ടുണ്ട്. അഊദു ബില്ലാഹി ശൈത്വാനിർ റജീം അങ്ങനെയുണ്ട്. അതിന് ഏറ്റവും അഫ്ളലായ രൂപം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അങ്ങനെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. ഔദുവിൻ്റെ ചെറിയ രൂപം? അഊദുവിൻ്റെ ചെറിയ രൂപം അഊദു ബില്ലാഹ് എന്ന് ചൊല്ലിയാലും മതി എന്ന് മുസ്തഫ സഹബി തങ്ങൾ മന്നജിൻ്റെ ഹാഷിയിൽ പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹ് എന്ന് ചൊല്ലിയാൽ മതി. പിന്നെ നമ്മളെ മജ്മുഇലും എല്ലാ കിതാബിലും ഉണ്ട്. അഊദു ആവണമെങ്കിൽ അതിൻ്റെ സുന്നത്ത് വീടണമെങ്കിൽ പിന്നെ ശൈത്വാനത്തൊട്ട് കാവൽ തേടുന്നു എന്ന് അർത്ഥം വരുന്ന ഏത് വാക്ക് ഉപയോഗിക്കുക. അഅ്തസിമു ബില്ലാ, അല്ലെങ്കിൽ അലൂദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞോളന്നില്ല. അഊദു ബില്ലാഹിർ റഹ്മാൻ, അഊദു ബിർ റഹ്മാൻ മിനശ് ശൈത്വാൻ, അങ്ങനെ അഊദുണ്ട്, അനക്ക ചെല്ല. എന്നിപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അഊദു ബില്ലാ എന്ന് പറയല്ല. അള്ളാഹിനോട് ഞാൻ കാവൽ തേടുന്നു. എന്തിനെ തൊട്ട് കാവൽ? ശൈത്വാനെ പറഞ്ഞിട്ടില്ലല്ലോ. കാവൽ തേടേണ്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാ ഷർറിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് അപ്പം അർത്ഥം വരിക. പിശാച്ചും പെട്ടു അല്ലാത്തതും പെട്ടു. ഇവിടെ ഹദീസിൽ വാരിദായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത്. അൽഹംദുലില്ലാ, നാം ഇത്രയും സമയം സുദീർഘമായിട്ട് തന്നെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ പറഞ്ഞ വിഷയങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരു കറാഹത്ത് ചെയ്യുന്നത് അത് നിസ്സാര വിഷയം അല്ല. പ്രത്യേകിച്ച് തറാവീഹിലൊക്കെ നാം 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ 10 കറാഹത്തിൽ വന്നു പോകുന്നുണ്ട്. ഈ വജ്ജഹത്ത് ഒഴിവാക്കുന്ന കാരണം കൊണ്ട് 10 കറാഹത്ത് വന്നു പോകുന്നുണ്ട്. ആ കറാഹത്ത് പോവാൻ ചെറിയ രീതി കൊണ്ട് തന്നെ ആ കറാഹത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ മണിക്കൂറുകൾ വെച്ച് നാം ഈ ഒരു ചർച്ച ചെയ്യാൻ കാരണം, പല മുദർരിസുമാർ തന്നെ നാം ഇവിടെ പരാമർശിച്ച പല വിഷയങ്ങളിലും എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സംസാരിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നാം ഇങ്ങനെ ഒരു വീഡിയോ, ഇങ്ങനെ ഒരു ചർച്ച നാം ചെയ്തത്. സാധാരണക്കാരായ ആളുകൾക്ക് ഈ പറഞ്ഞ പലതും മനസ്സിലാകണമെന്നില്ല. അവർക്കായി നാം
കറാഹത്ത് കൂടാതെയുള്ള ലളിതമായ തറാവീഹ് നിസ്കാരം എന്നൊരു വീഡിയോ ഒരു വർഷം മുമ്പ് ചെയ്തതുണ്ട്. ആ വീഡിയോയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ലളിതമായ നിസ്കാരത്തെക്കുറിച്ച്, എങ്ങനെയാണ് കറാഹത്ത് തീരെ വരാതെ ലളിതമായ ഫർദ് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും തറാവീഹ് ആണെങ്കിലും എങ്ങനെ നിസ്കരിക്കാമെന്ന് നാം അതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ വജ്ഹത്തുവിനെ കുറിച്ചും നാം സംസാരിച്ചിട്ടുണ്ട്. ഇത് അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യാനും ഇബാദത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തുള്ള രൂപത്തിൽ നിർവഹിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.